ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജിലേക്ക് കിടക്കാം. ആക്ച്വലി ഗൈഡൻസ് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പാസ്റ്റ് ലൈഫുമായിട്ട് ചില കാര്യങ്ങൾ, നമ്മുടെ ലൈഫിൻ്റെ ചില സിറ്റുവേഷൻസ് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ പാസ്റ്റ് ലൈഫിൽ നടന്ന ചില കാര്യങ്ങൾ നമ്മളെപ്പോഴും ഏതെങ്കിലും തരത്തിൽ നമ്മളെ ബാധിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, പാസ്റ്റ് ലൈഫിനെ കുറിച്ച് ഒന്ന് അറിയാൻ നോക്കാം. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഈ ജന്മത്തിൽ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങളുടെ പർപ്പസ് എന്ന രീതിക്ക് നോക്കാം. നിങ്ങളിപ്പോൾ എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ശരി, എന്ത് കരിയറിലാണെങ്കിലും ഒക്കെ ശരി, നമുക്ക് ലൈക്ക് ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പർപ്പസ് ആയിട്ട് ഈ ജന്മത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ആദ്യം പാസ്റ്റ് ലൈഫിനെ കുറിച്ച് ലേശം ഒരു കാർഡ്സ് എടുക്കാൻ ശ്രമിക്കാം. എന്താ കിട്ടുന്നത് നോക്കാം. ലവ് ലൈഫ്. ഓക്കെ, ലവ് ലൈഫിൽ എന്താ പറ്റിയേ? നൈറ്റ്ഹുഡ്, മദർ, ഫുഡ് ആൻഡ് ഹങ്കർ. ഓക്കെ, സ്ക്രൈബ് ഓർ റൈറ്റർ. ഫൈനാൻസസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, നോക്കാം ബോട്ടം. ഞാൻ ടാരോ ഒന്നുകൂടി ഒന്ന് എടുത്തേക്കാം. ജസ്റ്റ് ഇതിനെ മാച്ചായിട്ട് നമുക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ എന്തായിരുന്നു എന്ന രീതിക്ക് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇതുമായിട്ട് ടാരോ കൂടി ഒന്ന് മാച്ച് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. ആക്ച്വലി നയൻ ഓഫ് കപ്സ്, ജസ്റ്റിസ്, വളരെ ഫോർ ഓഫ് വാൻഡ്സ്, ആൻഡ് കിങ് ഓഫ് സോർഡ്സ് ഉണ്ട്. ഈ കിങ് ഓഫ് സോർഡ്സ് എന്താണെന്ന് ഒന്ന് നോക്കട്ടെ. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടല്ലോ. സോർഡ്സ് ആൻഡ് കപ്സ്. ഗ്രേറ്റ്, എന്നെ കൺഫ്യൂസ് ചെയ്ത് വിടുകയാണ്. ഓക്കെ, ശരി, നടക്കട്ടെ. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, പറയാം ഞാൻ. ഓക്കെ, ഇവിടെ ആദ്യം കാണുന്നത് നമുക്ക് ലവ് ലൈഫ് എന്നാണ്. ലവ് ലൈഫ് ആൻഡ് അതിനെ ക്ലാരിഫൈ ചെയ്തിട്ട് 9 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പൂർവ്വജന്മത്തിൽ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയാം. അതൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ്. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന് പറയാം. ഐ തിങ്ക് നിങ്ങളുടെ ഒരു ആഗ്രഹം എന്തോ നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു പേഴ്സണിനെ മാരേജ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പേഴ്സണിൻ്റെ സ്നേഹം വേണം. എന്തായാലും സ്നേഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, റിലേഷൻഷിപ്പുമായിട്ട് റിലേറ്റഡ് നിങ്ങൾക്കൊരു കാര്യം, നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയാം. ഓക്കെ, ഓക്കെ, നിങ്ങളൊരു ലവർ ആയിരുന്നു എന്ന് പറയാം. നിങ്ങൾ ആരെയും എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നിങ്ങൾ ആരെയും സ്നേഹിച്ചിരുന്നു, അത്ര തന്നെ. ഓക്കെ, ഇവിടെ ജസ്റ്റിസും നൈറ്റ്ഹുഡും എനിക്ക് മാച്ചായി തോന്നി. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, നമ്മൾ റിലേഷൻഷിപ്പ് ഇവിടെ വന്നുകൊണ്ട് നിങ്ങൾ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നൈറ്റ്ഹുഡ് കിട്ടിയ ആളാണെന്ന് പറയുന്നത് വെച്ചാൽ ഒരു സോൾജർ അല്ലേ. സോൾജറിൻ്റെ രീതിയിൽ നമ്മൾ രാജാവിൻ്റെ എന്താ പറയുക സൈന്യത്തിൽ, അതും ഇത് നൈറ്റ്ഹുഡ് എന്നൊക്കെ പറയുമ്പോൾ ഉയർന്ന പൊസിഷൻ ആണെന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഒരു സേനാപതി എന്ന രീതിയിൽ, അല്ലെങ്കിൽ രാജാവാൽ വാഴിക്കപ്പെട്ടു എന്നൊക്കെ പറയില്ലേ, ആ രീതിക്കുള്ള ഒരു സേനാപതിയായിട്ട് അല്ലെങ്കിൽ ഒരു സൈന്യത്തിൻ്റെ ഇതായിട്ടാണ്, നേതാവായിട്ടാണ് ഉള്ളത്. അങ്ങനെ നിങ്ങളൊരു വ്യക്തി ആയിരുന്നിരിക്കും. ഓക്കെ, നിങ്ങൾ അന്ന് ആ കാലത്ത് ഒരു വാറിലോ ഒരു രാജാവിൻ്റെ ഒരു ഭടന്മാരിൽ അല്ലെങ്കിൽ സീനിയർ ആയിരുന്നു എന്ന രീതിക്ക് പറയാം. ഞാൻ ഇവിടെ ജസ്റ്റിസ് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് രണ്ടും മാച്ച് നമുക്ക് പറയാം. നിങ്ങൾ എവിടെയോ ആ ഒരു ന്യായം ചെയ്ത ഒരു വ്യക്തിയാണ്, ന്യായമായ കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ്, നിങ്ങൾ വളരെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ളവർക്ക് ഒരിക്കലും ഇൻജസ്റ്റിസ് നടക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല അല്ലേ. നമ്മൾ ഒരു സോൾജർ ആയാലും വാറിന് മാത്രമല്ലല്ലോ, നമ്മൾ സോൾജർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അവർ റെസ്പോൺസിബിലിറ്റിയിൽ രാജ്യത്തെ രക്ഷിക്കുക, അല്ലെങ്കിൽ രാജ്യത്തിലെ ആൾക്കാരെ രക്ഷിക്കുക, എല്ലാം വരുമല്ലോ. ഓക്കെ, അപ്പോൾ ആ തരത്തിൽ നമുക്ക് ജസ്റ്റിസുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഒരു ന്യായത്തിൻ്റെ ഒരു ഫീൽഡിൽ നിങ്ങൾ ഉണ്ടായിരുന്നു, അതായിരുന്നു നിങ്ങളുടെ ജോലി എന്ന രീതിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരുന്നു എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ അഗെയിൻ മാരേജിൻ്റെ കാര്യം കാണുന്നുണ്ട്. സോ നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തിയെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ വിവാഹം ചെയ്തത്. ഓക്കെ, ആൻഡ് ഇവിടെ മദറായി എന്ന രീതിക്കും കാണുന്നുണ്ട്. മദർ
മദറായി എന്ന രീതിയിൽ. സോ മേ ബി ഇവിടെ ലേഡീസ് ആയിരിക്കാം എന്ന് കൂടുതൽ കാണുന്നത്. ജെൻസ് ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ മാറ്റിയെടുത്തേക്കാം, ഓക്കെ ഫാദറായിട്ട് എടുത്തോളൂ. ഓക്കെ, നിങ്ങളത് മാരേജ് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ്. പാസ്റ്റ് ലൈഫിലും നിങ്ങൾ ആ ഒരു മേ ബി ആ സ്നേഹിച്ച വ്യക്തിയെ തന്നെ ആയിരിക്കാം നിങ്ങൾ കല്യാണം കഴിച്ചത്, വിവാഹം കഴിച്ചത്. ഓക്കെ, നിങ്ങൾക്കൊരു കുടുംബം ഉണ്ടായിരുന്നു എന്ന രീതിക്കൊക്കെ പറയാം. ഓക്കെ, പക്ഷേ അതിനുശേഷം ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഫുഡ് ആൻഡ് ഹങ്കർ ആണ് കാണുന്നത്. നിങ്ങൾ അതിന് പൈസ ഇല്ലാത്തൊരവസ്ഥ. നേരത്തെ ഞാനിവിടെ പറഞ്ഞു ബോട്ടം ഓഫ് ദി ഡെക്കിൽ ഫൈനാൻസസിന് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഫൈനാൻസസും 5 ഓഫ് പെൻറ്റിക്കിൾസും നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു അല്പം ലോസസ് വന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നഷ്ടങ്ങൾ വന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി വോറൊക്കെ കാരണമായിരിക്കാം, അല്ലേ? വോർ കാരണമായിരിക്കാം. അല്ലെങ്കിൽ 5 ഓഫ് പെൻറ്റിക്കിൾസ് പറയുമ്പോൾ നമ്മൾ പുറത്താക്കപ്പെട്ടു എന്ന് പറയും. പക്ഷെ ഇവിടെ എനിക്ക് മേ ബി നമ്മളൊരു തരത്തിൽ പറയാൻ പറ്റുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു സൈന്യത്തിൽ ഒരു സേനാപതിയൊക്കെ ആയിരുന്നെങ്കിൽ അന്നത്തെ കാലത്തൊക്കെ വോർ നടക്കുമ്പോൾ മരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അപ്പോൾ ഇതും നമ്മൾ അങ്ങനെയും പറയാം, എന്നിട്ട് നിങ്ങൾക്ക് ആരുമില്ലാത്തൊരവസ്ഥയായി എന്ന് പറയാം. ഓക്കെ, മേ ബി അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ പണത്തിൻ്റെ നഷ്ടങ്ങൾ എന്ന് വന്നിട്ടുണ്ടാവാം. മേ ബി വോറൊക്കെ കാരണം പലതൊന്നും നിങ്ങൾക്ക് ഇല്ലാത്ത ഒരവസ്ഥയിലേക്കൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഫുഡ് ആൻഡ് ഹങ്കർ അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് റെസനേറ്റ് ചെയ്യുക, ഈ ജന്മത്തെ എങ്ങനെയാണ് റെസനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേ സിറ്റുവേഷൻസ് ഇപ്പോഴും ഉണ്ടാവും. അതായത് നിങ്ങളുടെ ഉള്ളിലൊരു പേടി, എനിക്ക് പണം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി എപ്പോഴും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കാണാം. ഓക്കെ, എനിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ ഓക്കെ നിങ്ങൾക്ക് എപ്പോഴും ഒരു മനസ്സിലൊരു പേടിയായിരിക്കും, എനിക്കത് നഷ്ടപ്പെടുമോ, എനിക്കെല്ലാം ഒന്നുമില്ലാതെ ആവോ എന്നുള്ളൊരു പേടി നിങ്ങളുടെ മനസ്സിലുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്സിനെ റിലേറ്റഡ് കാര്യമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും എപ്പോഴും പേടികൾ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? പേടികളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ചില നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മൈൻഡിൽ ആ ഒരു പേടി നമുക്ക് എപ്പോഴും കിടക്കും. കാരണം ഓൾറെഡി അത് നമ്മൾ പാസ്റ്റ് ലൈഫിൽ അനുഭവിച്ച കാര്യമാണ്. ഈ ജന്മത്തെ ശരിക്കും നമുക്ക് നമ്മുടെ കയ്യിലെല്ലാം ഉണ്ടാവാം, എന്നാൽ പോലും നമുക്ക് ചിലപ്പോൾ തോന്നും ഇല്ലാതെ ആയാലോ, പോയാലോ. അപ്പം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു പേടി. ഓക്കെ, നിങ്ങൾ ഫൈനാൻസസിനെ എപ്പോഴും വളരെയധികം സൂക്ഷിച്ചു വെക്കുന്നുണ്ടാവും. അധികം സ്പെൻഡ് ചെയ്യാൻ ചിലവർക്ക് ഇഷ്ടമായിരിക്കില്ല, ചിലവർ ഓവർ സ്പെൻഡിങ് ആയിരിക്കും, ചിലവർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പേടി, തെറ്റ് എനിക്കൊന്നും ഇല്ലാതെ ആയാലോ എന്നുള്ളൊരു പേടി. കാരണം അങ്ങനത്തെ പേടികൾ വരുന്നത് ആ പാസ്റ്റ് ലൈഫിൻ്റെ. നിങ്ങൾ വിചാരിക്കും ഈ ജന്മത്തിൽ ഞാൻ ഓക്കെ ആണല്ലോ, പിന്നെ എന്തിനാ എനിക്കിങ്ങനെ പേടി? അപ്പോൾ അതെവിടെയോ പാസ്റ്റ് ലൈഫിൻ്റെ ഒരു ഓർമ്മ വരികയാണ്. ഓക്കെ, ആ ഒരു നമ്മുടെ മൈൻഡിൽ കിടക്കുകയാണത്. ഓക്കെ, ആൻഡ് ഇവിടെ അഗെയിൻ പാരൻസിൻ്റെ കാര്യം നിങ്ങൾക്ക് കുട്ടികളുടെ ഫാമിലിയുടെ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ സ്ട്രെസ് ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എവിടേക്കോ നമ്മുടെ പാസ്റ്റ് ലൈഫിൻ്റെ ചില ഓർമ്മകളായിരിക്കും. ഓക്കെ, ഇനി ഇതിലേക്ക് വരാം. മേ ബി ഇത് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ആണ് നൈറ്റ്ഹുഡ് ആയിരുന്നു എന്ന് വെച്ചോളൂ, പേഴ്സൺ ആയിരുന്നു സോൾജർ എന്ന രീതിക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മേ ബി നിങ്ങളൊരു റൈറ്റർ എന്ന നിലയിലായിരിക്കാം. ഓക്കെ, പക്ഷേ റൊമാൻസും ഉണ്ട് ഇവിടെ. സോ മേ ബി നിങ്ങളൊരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ ആയിരിക്കാം പാസ്റ്റ് ലൈഫിലും. ഓക്കെ, ആൻഡ് നിങ്ങൾ സ്നേഹിച്ച വ്യക്തി സോൾജർ എന്ന രീതിക്ക് എടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങളൊരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ ആയിരിക്കാം. അല്ല, സോൾജറും എഴുതുകയൊക്കെ ചെയ്യാമല്ലോ, കുഴപ്പമൊന്നുമില്ല. സോൾജർ ആയാലും നിങ്ങളൊരു മനസ്സുകൊണ്ട് നിങ്ങളൊരു റൊമാൻറ്റിക് പേഴ്സൺ ആണെങ്കിൽ നിങ്ങളും എഴുതാം, അല്ലേ? സോൾജർ ആയാലും എഴുതാം. സോ അങ്ങനെയാവാം. ഓക്കെ, മേ ബി എന്തായാലും ഒരു റൈറ്റർ എന്ന നിലയിൽ നിങ്ങളൊരു എഴുത്തുകാരനായിരുന്നു, കവിതയോ കഥകളോ എഴുതുന്ന ഒരാളായിരുന്നു, ആ തരത്തിലുള്ളൊരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ നേരത്തെ കൺഫ്യൂസ് ആയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്നത് ഇതിനെ ഞാൻ എക്സ്പ്ലെയിൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ആകെ കൺഫ്യൂസ് ആയിപ്പോയത്. ഈ കാർഡുമായിട്ട് മാച്ച് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു നമ്മൾ റൊമാൻറ്റിക് പേഴ്സൺ അല്ലെങ്കിൽ ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, വളരെ എന്താ പറയുക മനസ്സിൽ നമ്മൾ ഫീലിങ്സ് ഒക്കെ ഒരുപാടുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ. അപ്പോൾ കിങ് ഓഫ് കപ്സ് ഇവിടെ മാച്ചാണ്. ഓക്കെ, കിങ് ഓഫ് കപ്സ് ആണ് കറക്റ്റായിട്ട് വരേണ്ടത്, ശരിക്കും അത് കറക്റ്റാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ഓക്കെ നിങ്ങളൊരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി റൊമാൻറ്റിക് പേഴ്സൺ എന്ന രീതിയിലൊക്കെ ഇത് മാച്ച് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ. പക്ഷെ അപ്പോൾ ഇത് രണ്ടും എന്തിനാണ് വന്നതെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. അപ്പോൾ ഫൈനാൻസ് ഐ തിങ്ക് ഇതെനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ മേ ബി നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും മേ ബി നിങ്ങൾ അന്ന് ഞാൻ പറഞ്ഞ പോലെ സോൾജറും കൂടി ആണെങ്കിൽ രണ്ട് വശമുണ്ട് നിങ്ങൾക്ക് എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ തന്നെ പ്രാക്ടിക്കൽ വശമുണ്ട്, ഇമോഷണൽ വശമുണ്ട് എന്നും പറയാം. ഓക്കെ, ഇത് ഒരേ എനർജി ആയിരിക്കാം നിങ്ങളുടെ. സോ നിങ്ങൾ തന്നെ റൊമാൻറ്റിക്കും ആയിരുന്നു, പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ വളരെ ആക്ച്വലി ഇത് കണ്ടു സോൾജറിൻ്റെ സെയിം കാർഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടുമായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ വളരെ ചിന്തിച്ചൊരു വ്യക്തി കൂടി ആയിരിക്കാം. സോ അതുകൊണ്ടായിരിക്കാം ഒരേ എനർജീസ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളപ്പോൾ സ്ട്രോങ്ങും ആയിരുന്നു, പക്ഷെ അതേസമയം നിങ്ങളൊരു സോഫ്റ്റും ആയിരുന്നു എന്ന രീതിക്കൊക്കെയാണ് ഇവിടെ കിട്ടുന്നത് എനിക്ക്. ഓക്കെ, അപ്പോൾ പാസ്റ്റ് ലൈഫുമായിട്ട് കണക്റ്റഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ എവിടെയോ നിങ്ങൾക്ക് ഈ ഒരു ലോസിൻ്റെ ഒരു ഫീലിംഗ് ഓക്കെ അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ആ ചില കാര്യങ്ങൾ കാണുന്നുണ്ടാവാം. ഇപ്പോൾ പക്ഷേ നിങ്ങൾക്ക് മേ ബി
ഇപ്പോഴും നിങ്ങൾ എഴുത്ത് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം, നിങ്ങൾ എഴുതുന്നുണ്ടാവാം, എഴുതോ ഐ മീൻ കഥയോ പാട്ടോ ഒക്കെ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിക് ടാലൻ്റ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ. സോ മേ ബി ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു കോൺഫ്ലിക്റ്റ്, എനിക്ക് മേ ബി ഈ ലൈഫിൽ ഇപ്പം നിങ്ങൾ കോൺഫ്ലിക്റ്റ് ഫേസ് ചെയ്യുന്നത് നിങ്ങളിത് ബാലൻസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഈ റൊമാൻറ്റിക് ഫീലിങ്സും ഉണ്ട്, നിങ്ങൾ വളരെ സോഫ്റ്റും ആണ്, നിങ്ങൾക്ക് അങ്ങനെ എഴുത്ത് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ്. അറ്റ് ദ സെയിം ടൈം പ്രാക്ടിക്കൽ കൂടി ആവണം ലൈഫിനെ നേരിടാൻ, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ടാവാം. കാരണം ആ പാസ്റ്റ് ലൈഫിൻ്റെ ഒരു പുള്ളായിരിക്കും നമ്മൾ പ്രാക്ടിക്കൽ ആക്കുന്നത്, നമ്മളെ ചിലപ്പോൾ ആ പാസ്റ്റ് ലൈഫിൻ്റെ ആ ഒരു നമ്മൾ എന്തായിരുന്നു എന്നുള്ളത്, ഓക്കെ, ആ ഒരു കാര്യമായിരിക്കും നിങ്ങളെ. സോ ഐ തിങ്ക് നിങ്ങൾക്ക് എഴുതാനൊക്കെ ഇഷ്ടമാണ്, താല്പര്യം ഉണ്ടെങ്കിൽ പോലും മേ ബി ചിലപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് മാറ്റി വെക്കേണ്ടി വരും. കാരണം നിങ്ങൾ അതിലേക്ക് ഫോളോ ചെയ്യാതെ നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് മേ ബി ഡീൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവാൻ ജീവിതത്തിൽ, ഓക്കെ. പക്ഷെ എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കവി ഉണ്ട് എന്ന് പറയാം. കവിത ലേഡീസും ആവാം ജെൻസും ആവാം കേട്ടോ, ഇത് രണ്ടും, ഇതെല്ലാം ലേഡീസും ജെൻസും ആവാം, ഓക്കെ. അപ്പം അങ്ങനത്തെ ഒരു ഫീലിംഗ് മേ ബി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. എന്നിട്ട് നിങ്ങളിപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു ഫീലിങ്സ്, അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എനിക്ക് ഇത് എഴുതണം എനിക്ക്. പക്ഷെ അപ്പോൾ നമ്മൾ സ്ട്രോങ് ആയി നിൽക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ എഴുതാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കളിയാക്കും, അല്ലേ? എല്ലാവരും കളിയാക്കും എല്ലാവരും. പക്ഷെ അത് ആ പാസ്റ്റ് ലൈഫിൻ്റെ ഐ തിങ്ക് ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് മേ ബി ഇപ്പോൾ കയറി വരുന്നത്, ഓക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ ഫൈനാൻഷ്യൽ ലോസ് ഒക്കെ അനുഭവിച്ചായിട്ട് കാണുന്നുണ്ട്, ഓക്കെ. ഇതൊക്കെ ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പേടിയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ എവിടെയോ ഈ പാസ്റ്റ് ലൈഫിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കാം, ഓക്കെ. ഈ ജന്മത്തും മേ ബി നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തിയെ കല്യാണം കഴിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ചിലപ്പോൾ ഒരേ കാര്യങ്ങൾ ചിലപ്പോൾ റിപ്പീറ്റ് ആയിട്ട് വരും, ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം മാരി ചെയ്തിട്ടുള്ളതും മേ ബി നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് ആയിരിക്കാം. ഓ യാ, എനിക്കത് ഇപ്പോഴാണ് പെട്ടെന്ന് തോന്നിയത്. പാസ്റ്റ് ലൈഫായിട്ട് നമ്മൾ കണക്ഷൻ സംസാരിക്കുന്ന സ്ഥിതിക്ക് മേ ബി ഇപ്പം നിങ്ങൾ മാരീഡ് ഉള്ളത്, നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ, ഓക്കെ, നിങ്ങളൊരു നല്ല, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരോടെങ്കിലും ഒരു സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ സോൾമേറ്റ് ആയിരിക്കാം, ഓക്കെ. അതുകൊണ്ട് കൂടിയായിരിക്കാം നിങ്ങൾക്ക് അവരോട് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത്, അങ്ങനെയും പറയാം, ഓക്കെ. അതായിരിക്കാം, ഫൈൻ. ഓക്കെ. ഈ ലൈഫ് ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും പർപ്പസ് യൂണിവേഴ്സ് എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കാം. ജസ്റ്റ് ഓ മൈ ഗോഡ്, സീരിയസ്ലി വാവ്. ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് ഷഫിൾ ചെയ്തെടുത്ത് കേട്ടോ, ഞാൻ നോക്കിയിട്ടല്ല. വാവ്. ട്രാവൽ. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, ഞാൻ കുറച്ച് നേരം സൈലൻ്റ് ആവുകയാണേ. ബുക്സ്. വാവ്. career change, oh my god, oops, sorry, creative expression, flowers, you are on the right path, okay. ഞാൻ എന്തെങ്കിലും പറയണോ, റിപ്പീറ്റ് ചെയ്യണോ? ഞാൻ ഈ കാര്യങ്ങളൊക്കെ, ഈ കാർഡ്സിനെ പറ്റി ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഓൾറെഡി നമ്മൾ സംസാരിച്ചത് എന്തൊക്കെയാണോ അതേ കാര്യങ്ങളാണ് പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത്, അതേ കാർഡ്സാണ്, അതേ വാവ്. യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്ന എങ്ങനെയെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ മറന്നു പോകും ചില സമയത്ത്. ഐ മീൻ അത്ഭുതപ്പെട്ടു പോകും ഞാൻ. ഇതെന്താ? ഫ്ലവേഴ്സ്. ഓക്കെ. ലവ് ലൈഫ്, ഫ്ലവേഴ്സ്, റിലേഷൻഷിപ്പ്. ഓക്കെ, ഇവിടുന്ന് തുടങ്ങാം അല്ലേ. വർക്കിംഗ് വിത്ത് ഫ്ലവേഴ്സ് ഓപ്പൺസ് യുവർ ഹാർട്ട് ആൻഡ് ബ്രിങ്സ് ബ്ലെസ്സിങ്സ് ടു അതേഴ്സ് ത്രൂ യുവർ ലൈഫ് പർപ്പസ്. ഓക്കെ, ചിലവർക്ക് നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ഒരുപാട് ഇഷ്ടമായിരിക്കാം. നിങ്ങൾ അതിൽ ഫ്ലവേഴ്സ്, അതായത് ഫ്ലവർ ഡെക്കറേറ്റിംഗ് അങ്ങനത്തെയൊക്കെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് വളർത്തുക. ഒരുപാട് ചിലപ്പോൾ നല്ലൊരു ഗാർഡൻ ഉണ്ടാവാം നിങ്ങൾക്ക്, ഓക്കെ. ആ ഗാർഡനിലെ പൂക്കൾ കാണുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം കിട്ടും. പൂ വിൽക്കണം എന്നോ നിർബന്ധമൊന്നുമില്ല, ഓക്കെ. നിങ്ങളത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സന്തോഷം നിങ്ങൾ കൊടുക്കുന്നുണ്ടാവും, ഓക്കെ. അതും നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസ് ആണെന്ന് പറയും, നിങ്ങൾക്ക് ഗാർഡനിങ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ, ഓക്കെ. ആൻഡ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആൻഡ് ബുക്സ്. ഒക്കെ ഓരോന്നായിട്ട് പറയാമല്ലേ, ഞാൻ ജമ്പ് ചെയ്യണം. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് സത്യം പറഞ്ഞാൽ. ജസ്റ്റിസ്. ഈ കാർഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ കരിയറിനെ കുറിച്ച് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ എന്തായിരുന്നു പാസ്റ്റ് ലൈഫിൽ, എന്തായിരുന്നു ഈ ജന്മത്തെ എന്താവണം അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത്, ഓക്കെ. ജസ്റ്റിസ്. യുവർ കരിയർ ബ്രിങ്സ് ഫെയർനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ ടു അതേഴ്സ് ഹൂ നീഡ് യുവർ ഹെൽപ്പ്. നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തി ആയിരിക്കാം. ഇപ്പം നിങ്ങൾ ലോയിൽ വർക്ക് ചെയ്യണം എന്നൊന്നുമില്ല, പോലീസ് ആവണമെന്നില്ല, ലോയിൽ വർക്ക് ചെയ്യണം എന്നില്ല, ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്, നിങ്ങൾ ന്യായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ന്യായമായ തരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഓക്കെ. സോ വെരി നൈസ്, ഓക്കെ. സോ നിങ്ങൾക്ക് ഒരു കരിയറിൻ്റെ കാര്യത്തിൽ, കരിയർ മാത്രമല്ല നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പർപ്പസ് എന്ന രീതിയിൽ, അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പൊരുതുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയാം, ഓക്കെ. ആൻഡ്
ട്രാവൽ കാണുന്നുണ്ട്. ഓക്കെ, യുവർ ലൈഫ് പർപ്പസ് ഇൻവോൾവ്സ് ട്രാവലിംഗ് എന്ന് പറയുന്നുണ്ട്. ചിലവർക്ക് നിങ്ങൾ യാത്രകൾ ചെയ്യേണ്ടി വരും നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ട് എന്ന രീതിയിൽ. ആൻഡ് ആക്ച്വലി ഇവിടെ കരിയർ ചേഞ്ച് കാണുന്നുണ്ട്. അഗെയിൻ സെയിം ഇതാണ് ഞാൻ സർപ്രൈസിൻ്റെ കാര്യം പറഞ്ഞത്. ഇവിടെ നമ്മൾ എന്താ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങളിപ്പോൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങളെല്ലാവരെയും മുമ്പിൽ നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. അതിപ്പോൾ ലേഡീസ് ആയാലും ജെൻസ് ആയാലും രണ്ടും എടുക്കും പ്ലീസ്. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരു കവി ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു, ക്രിയേറ്റീവ് പേഴ്സൺ കിടക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ആ ക്രിയേറ്റീവ് പാത്തിലേക്ക് നിങ്ങൾ പോവാണ്. യുവർ സോൾ ലോങ്സ് ടു എക്സ്പ്രസ് ഇറ്റ് സെൽഫ് ക്രിയേറ്റീവ്ലി. എഴുത്ത് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഒരുപാട് മൈൻഡ് നിങ്ങളെ പുള്ളി ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് സത്യം എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എനിക്ക് ഇവിടെ തുള്ളി ചാടാൻ തോന്നുന്നത്. ഐ ഹോപ്പ് ഇത് കുറേ പേര് അത് റീഡിങ് കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വേറെ ഒന്നിനുമല്ല, ജസ്റ്റ് ആ ഒരു കാർഡ്സിൻ്റെ മാച്ച്, നമ്മൾ എടുക്കുന്ന ടാരോൻ്റെ ഒരു പവർ എന്നൊക്കെ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കേട്ടോ, അല്ലാതെ ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ആ ഒരു അർജ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ശരിക്കും വളരെ സ്ട്രോങ് ആയിട്ട് വല്ല കരിയർ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഫൈനാൻസിൻ്റെ കാര്യത്തിലൊക്കെ ഡീൽ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഒരു സോഫ്റ്റ് ഭാഗമുണ്ട്, നിങ്ങൾ മറ്റാർക്കും കാണിക്കാത്തൊരു ഭാഗം. ഓക്കെ, അതിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അതിന് നിങ്ങളെ എഴുതാനോ കാര്യങ്ങൾക്കോ നിങ്ങളെ പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷൻ കൊണ്ടാണ്. ഓക്കെ, പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ അങ്ങനെ ആയിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് ക്രിയേറ്റീവ് എക്സ്പ്രഷനിലേക്ക് നിങ്ങളോട് വരാനാണ് പറയുന്നത്. ഓക്കെ, ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആൻഡ് കരിയർ ചേഞ്ചുമായിട്ട് ചിലപ്പോൾ ഇതൊരു കണക്ഷൻ ഉണ്ടാവാം. നിങ്ങളിപ്പോൾ ആ ഞാൻ പറഞ്ഞു, നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ എംബാർക്കിംഗ് അപ്പോൺ എ കരിയർ ദാറ്റ് ബ്രിങ്സ് യു ദ ജോയ് ആൻഡ് അബൻഡൻസ് യു ഡിസയർ ആൻഡ് ഡിസേർവ്. ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹം ഉള്ള തരത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കരിയറിലേക്ക് കരിയർ മാറ്റം നിങ്ങൾക്ക് വരുത്താനുള്ള സാധ്യതയാണ്. ആൻഡ് ബുക്സ് പഠിക്കുന്ന കാര്യമാണ്. യു കണക്ട് ടു യുവർ ലൈഫ് പർപ്പസ് ത്രൂ ഇൻവോൾവ്മെന്റ് വിത്ത് ദ ബുക്സ്. ഇതും എഴുത്തിനെ കുറിച്ച് തന്നെയാണ്. ഓക്കെ, ഇതും എഴുത്താണ് പറയുന്നത്. സോ എഴുത്തിൻ്റെ കാര്യം 2 തരത്തിൽ വരുന്നുണ്ട്, 2-3 തരത്തിൽ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. സോ മേ ബി നിങ്ങളുടെ കരിയർ പാത്തിൽ നിങ്ങൾ ഓൾറെഡി എഴുത്തുകാരായിരിക്കാം, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക ഇനി മുന്നോട്ട്. മേ ബി അതുകൊണ്ട് നിങ്ങൾ നമ്മൾ വലിയ എഴുത്തുകാരാവണമെന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ എഴുതുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, ബ്ലോഗ് കാര്യങ്ങൾ, ജസ്റ്റ് ഒരു ചെറിയ ചാനൽസ് എന്തുമായാലും ഓക്കെ, നിങ്ങൾ വെറുതെ ഫേസ്ബുക്കിൽ നിങ്ങൾ എഴുതിയിട്ടാലും ശരി, അത് വായിക്കുന്ന 4 ആൾക്ക് അത് വായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഫീൽ ചെയ്യുക, അങ്ങനത്തെ തരത്തിലെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് യു ആർ ഓൺ ദ റൈറ്റ് പാത്ത് എന്ന് പറയുന്നത്. കീപ് ഡൂയിങ് വാട്ട് യു ആർ ഡൂയിങ് ബിക്കോസ് ഇറ്റ്സ് വർക്കിംഗ്. നിങ്ങളിപ്പോൾ റൈറ്റ് പാത്തിലാണ്. നിങ്ങളിപ്പോൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് നിങ്ങൾ റൈറ്റ് പാത്തിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, മേ ബി ആ പാസ്റ്റ് ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഈ ജന്മത്തും നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ എന്തൊക്കെയോ പർപ്പസ് ഉണ്ട്. സോ ആൻഡ് യൂണിവേഴ്സ് നിങ്ങളെ കറക്റ്റ് ഡയറക്ഷനിലാണ് ലീഡ് ചെയ്യുന്നത്, അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, സോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എനിവേ ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. ഓക്കെ, ഇതിലെവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മാച്ച് ആവുമെന്ന് വിചാരിക്കുന്നു ഞാൻ. ഓക്കെ, അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലുമൊക്കെ. ഓക്കെ, സോ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, യൂണിവേഴ്സിൽ ട്രസ്റ്റ് വയ്ക്കുക. യൂണിവേഴ്സ് നിങ്ങൾക്കെല്ലാം എവിടേക്കോ യൂണിവേഴ്സ് നമ്മുടെ ലൈഫ് ഓൾറെഡി എഴുതി വെച്ചതാണെന്നൊക്കെ പറയാം. ഓക്കെ, എല്ലാം നല്ലത് വരട്ടെ, എല്ലാം നല്ലതായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.